സജ്ജനങ്ങളെ നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലഗ്രന്ഥവും കിളിപ്പാട്ടും തമ്മിലുള്ള താരതമ്യ പഠനത്തിന്റെ അടുത്ത ഭാഗത്തിലേക്കാണ് നാം പോകുന്നത്. ദശമസ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 6-ാമത് ശ്ലോകമാണ് നാം ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. ദ്രൗഢ്യസ്ത്രവിപ്ലുഷ്ടമിദം മദംഗം സന്താനബീജം കുരു പാണ്ഡവാനാം ജുഗോപകുക്ഷിം ഗത ആപ്തചക്രൂ മാതുശ്ചമേയ ശരണം ഗതായ. ദ്രൗണ്യസ്ത്രവിപ്ലുഷ്ടമിദം മദംഗം സന്താനബീജം കുരു പാണ്ഡവാനാം ജുഗോപകുക്ഷിം ഗത ആപ്തചക്രോ മാതുശ്ചമേയ ശരണം ഗതായ. ശ്രീ പരീക്ഷിത് രാജാവ് ശ്രീ ശുക ബ്രഹ്മർഷിയോട് പറയുന്ന ഭാഗങ്ങളാണിത്. ചോദിക്കുന്ന 5-6 ചോദ്യങ്ങളാണ്, കുറെ ചോദ്യങ്ങളാണ് ഈ കഴിഞ്ഞ ഭാഗങ്ങളിൽ ഈ 5 ശ്ലോകം വരെ നാം കേട്ടത്. 6-ാമത് ശ്ലോകം അദ്ദേഹം തന്നെ ചോദിക്കുകയാണ്. ദ്രൗണ്യസ്ത്രവിപ്ലുഷ്ടമിദം മദംഗം. ദ്രൗണ്യസ്ത്രവിപ്ലുഷ്ടം, ദ്രൗണി. ദ്രൗണി ആരാണ്? ദ്രോണരുടെ പുത്രനാണ് ദ്രൗണി. ദ്രോണരുടെ പുത്രൻ അശ്വത്ഥാമാവ്. അശ്വത്ഥാമാവ് കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അവസാന വേളകളിൽ അല്പം ഗുരുത്തക്കേടുകളൊക്കെ കാണിച്ചു എന്നാണ് ഭാരതത്തിൽ പറയുന്നത്, മഹാഭാരതത്തിൽ പറയുന്നത്, വ്യാസഭഗവാൻ പറയുന്നത്. ആ ഗുരുത്തക്കേടിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഈ വംശം തന്നെ നശിക്കണം എന്നുള്ള ഒരേ ഉദ്ദേശത്തോടു കൂടി ഒരു ബ്രഹ്മാസ്ത്രം തൊടുത്തുവിട്ടു. ആ ബ്രഹ്മാസ്ത്രം നേരെ പോയത് അഭിമന്യുപുത്രനായി ഉത്തരയുടെ ഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്ന പരീക്ഷിത്ത് ജനിക്കപ്പെടേണ്ടിയിരുന്ന ആ ഒരു ഗർഭസ്ഥ ശിശുവിന് നേരെയാണ് ആ ബ്രഹ്മാസ്ത്രം അടുക്കുന്നത്. ആ ബ്രഹ്മാസ്ത്രം തന്റെ ഗർഭതേജസ്സിനെ നശിപ്പിക്കും എന്ന് മനസ്സിലാക്കിയ ഉത്തര വാവിട്ട് കരഞ്ഞുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെ അഭയം പ്രാപിച്ചു. അപ്പോൾ ഭഗവാൻ ആ ഗർഭത്തെ തന്റെ തൃച്ചക്രം കൊണ്ടും മഹനീയമായ തേജസ് കൊണ്ടും ആ ഗർഭത്തെ കാത്തു രക്ഷിച്ചു എന്നാണ് വ്യാസഭഗവാൻ പ്രതിപാദിക്കുന്നത്. ആ ഒരു ഓർമ്മയാണ് പരീക്ഷിത് രാജാവ് ഇവിടെ പൂർവസ്മരണയായി ശ്രീശുക ബ്രഹ്മർഷിയുടെ മുന്നിൽ ആവർത്തിക്കുന്നത്. ദ്രൗണ്യസ്ത്രവിപ്ലുഷ്ടമിദം മദംഗം സന്താനബീജം കുരു പാണ്ഡവാനാം. അങ്ങനെ ദ്രൗണി ആയ ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് അസ്ത്രവിപ്ലുഷ്ടം, അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസ്ത്രത്താൽ വെന്തുപോയതും കുരുപാണ്ഡവാനാം സന്താനബീജം, കുരുപാണ്ഡവാനാം സന്താനബീജം, കൗരവരുടെയും പാണ്ഡവന്മാരുടെയും വംശപ്രതിഷ്ഠയ്ക്ക് കാരണമായതുമായ, കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും
ആ വംശപരമ്പരയ്ക്ക് തുടർച്ചയാകേണ്ടതായ സന്താന ബീജം, അങ്ങനെയുള്ള ഇതം മദംഗം, ഇതം ഈ മത് അംഗം എന്റെ ശരീരത്തെ, അങ്ങനെയുള്ള എന്റെ ഈ ശരീരത്തെ, എങ്ങനെയുള്ള ദ്രൗണ്യസ്ത്ര വിപ്ലുഷ്ടം, ദ്രോണപുത്രനായ അശ്വത്ഥാമാവിനാൽ അയക്കപ്പെട്ട ബ്രഹ്മാസ്ത്രത്താൽ നശിക്കപ്പെടേണ്ടതും കുരുപാണ്ഡവാനാം സന്താന ബീജം, കൗരവരുടെയും പാണ്ഡവരുടെയും വംശാവലിയെ നിലനിർത്തേണ്ടതുമായ ഇതം മദംഗം, ഇതം മദംഗം, ഈ കാണുന്ന ഇതം മത് അംഗം, മത് അംഗം എന്റെ ഈ ശരീരം, ഈ കാണുന്ന എന്റെ ശരീരത്തെ ശരണം ഗതാഹ, ശരണം ഗതാ, ശരണം പ്രാപിച്ചവളായ മേ മാതു, എന്റെ അമ്മയുടെ കുക്ഷിം ഗത, ഗർഭത്തിന് അകം പ്രവേശിച്ച് ആത്തചക്രോ, ആത്തചക്ര തൃക്കരത്തിൽ ചക്രായുധമേന്തിക്കൊണ്ട് ജുഗോപച കാത്തുരക്ഷിക്കുകയും ചെയ്തുവോ. ഭഗവാൻ കൃഷ്ണനെയും കുരുക്ഷേത്ര യുദ്ധഭൂമിയെയും എല്ലാം സ്മരിച്ചുകൊണ്ട് പരീക്ഷിത്ത് രാജാവ് ശ്രീശുക ബ്രഹ്മർഷിയോടായി പറയുകയാണ്, പണ്ട് ദ്രോണരുടെ പുത്രനായ അശ്വത്ഥാമാവ് കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ എന്നെ നശിപ്പിക്കുവാനായി അയച്ച ബ്രഹ്മാസ്ത്രം എന്റെ അമ്മയുടെ യാചനയെ മാനിച്ച് ഭഗവാൻ കൃഷ്ണൻ എന്റെ അമ്മയുടെ ഗർഭത്തിനകം പ്രവേശിച്ച് തൃച്ചക്രത്താൽ എന്നെ രക്ഷിച്ചു, ആ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും രക്ഷിച്ചു എന്നാണ് പരീക്ഷിത് രാജാവ് ഇവിടെ സ്മരിക്കുന്നത്. ദ്രൗണ്യസ്ത്ര വിപ്ലുഷ്ടമിതം മദംഗം സന്താന ബീജം കുരു പാണ്ഡവാനാം ജുഗോപ കുക്ഷിം ഗത ആത്തചക്രോ മാതുശ്ച മേ ശരണം ഗതായ. ദ്രൗണ്യസ്ത്ര വിപ്ലുഷ്ടം, അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസ്ത്രത്താൽ വെന്തുപോകേണ്ടതും കുരുപാണ്ഡവാനാം സന്താന ബീജം, കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും വംശാവലി നിലനിർത്തുന്നതിന് കാരണമായതുമായ ഇതം മദംഗം, ഈ എന്റെ ശരീരത്തെ ശരണം ഗതായ മേ മാതുഹു, ശരണം പ്രാപിച്ചവളായ എന്റെ അമ്മയുടെ കുക്ഷിം ഗതഃ, ഗർഭത്തിനകം പ്രവേശിച്ച് ആത്തചക്രോ തൃക്കരത്തിൽ വജ്രായുധമേന്തിക്കൊണ്ട് ജുഗോപച കാത്തുരക്ഷിക്കുകയും ചെയ്തു. ഭഗവാനെ കൃഷ്ണ. ഇങ്ങനെയാണ് ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ മൂലഗ്രന്ഥത്തിലെ 6ാമത് ശ്ലോകം പറയുന്നത്. ഈ 6 ശ്ലോകം വരെയും ശ്രീ പരീക്ഷിത് രാജാവ് ശ്രീശുക ബ്രഹ്മർഷിയോടായി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഈ 6 ഭാഗങ്ങളും കഴിഞ്ഞ 5 ഭാഗങ്ങളും നാം കേട്ടു കഴിഞ്ഞു. ഈ 6ാമത്തെ ഭാഗത്തിന്റെ അർത്ഥവും മനസ്സിലായി. ഈ 6ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥവും മനസ്സിലായി. ഇനി ഇതിനെ, ഈ ശ്ലോകത്തെ, ഈ 6ാമത്തെ ഈ ശ്ലോകത്തെ ഭഗവാൻ ഭാഷ്യകാരൻ തുഞ്ചത്താചാര്യൻ എങ്ങനെ
ഭാഷാഗാനമായ നമ്മുടെ കിളിപ്പാട്ടിലേക്ക് ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് നോക്കാം. അച്യുതൻ അശ്വത്ഥാമാവെന്നതിനുടൻ തന്നാൽ മുക്തമാം ബ്രഹ്മാസ്ത്രം വന്നെന്നെ നിഗ്രഹിപ്പാനായി മുഗ്ധയാം മമ മാതാ തന്നുട ജഠരത്തിൽ പുക്കുടൻ ഛിദ്രിപ്പിപ്പാനാരംഭിച്ചളവേറ്റമുൾക്കനിവിയെന്ന് പത്മേക്ഷണൻ കൃപാലയൻ ചക്രതേജസാ വിരഞ്ഞ് അസ്ത്രവീര്യത്തെ കെടുത്തി ഇക്കാണാകിയോരുമാം രക്ഷിച്ചുകൊണ്ടാനല്ലോ. ഇത്രയുമാണ് ആ ആറാമത്തെ ശ്ലോകം. ദ്രൗണ്യസ്ത്ര വിപ്ലുഷ്ടമിതം മതംഗം സന്താന ബീജം കുരുപാണ്ഡവാനാം ജുഗോപകുക്ഷിം ഗത ആത്മചക്രോ മാതുശ്ച മേയ ശരണം ഗതായ എന്ന ആ ഒരു ശ്ലോകത്തിനെ അതിന്റെ അർത്ഥമൊക്കെ നാം മനസ്സിലാക്കി കഴിഞ്ഞു. ആ ശ്ലോകത്തെ ഭഗവാൻ തുഞ്ചത്താചാര്യൻ കിളിപ്പാട്ടിലേക്ക് എങ്ങനെ ആവിഷ്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നാം നോക്കാൻ പോകുന്നത്. ഇവിടെ തുടങ്ങുന്നത് വിശ്വൈക സാക്ഷി പുരുഷോത്തമനധോക്ഷജൻ അച്യുതൻ അശ്വത്ഥമാവെന്നതിനുടൻ തന്നാൽ മുക്തമാം ബ്രഹ്മാസ്ത്രം ദ്രൗണ്യസ്ത വിപ്ലുഷ്ടമിതം മതംഗം. ദ്രോണപുത്രനായ അശ്വത്ഥാമാവിനാൽ അയക്കപ്പെട്ട ബ്രഹ്മാസ്ത്രം വന്ന് എന്നെ നിഗ്രഹിപ്പാനായി മുഗ്ധയാം മമ മാതാ തന്നുടെ ജഠരത്തിൽ പുക്കുടൻ. അമ്മയുടെ ഗർഭത്തിൽ കടന്നു എന്നുള്ള ഭാഗമാണ്. മമ മാതാ തന്നുട ജഠരത്തിൽ പുക്കുടൻ ഛിദ്രിപ്പിപ്പാനാരംഭിച്ചളവേറ്റം ഉൾക്കനിവിയുന്ന പത്മേക്ഷണൻ കൃപാലയൻ ചക്രതേജസാ വിരഞ്ഞ് അസ്ത്രവീര്യത്തെ കെടുത്തി ഇക്കാണാകിയോരുമാം രക്ഷിച്ചുകൊണ്ടാണല്ലോ. അപ്പോൾ ഈ ശ്ലോകത്തിൽ വ്യാസഭഗവാൻ ഉദ്ദേശിച്ചതും എന്താണോ അതിനെ എത്രയും ലളിതമാക്കി തന്നെ തുഞ്ചത്താചാര്യൻ നമുക്കായി നമ്മുടെ ഭാഷയിലേക്ക് ആവിഷ്കരിച്ചു തന്നിരിക്കുകയാണ്. ഇതാണ് ഈ ആറാമത്തെ ശ്ലോകത്തെ കിളിപ്പാട്ടുമായിട്ട് താരതമ്യം ചെയ്ത് പഠിക്കുവാനുള്ളത്. അടുത്ത ശ്ലോകം അടുത്ത ഭാഗത്തിൽ നമുക്ക് പഠിക്കാം. ഓം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.